നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ഇറാനിൽ ആഭ്യന്തര കലാപം അതിരൂക്ഷമാകുന്നതിനിടെ ഇന്ത്യക്കാരോട് രാജ്യം വിടാൻ ടെഹ്റാൻ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. അമേരിക്ക ഏത് സമയവും ഇറാൻ ആക്രമിച്ചേക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. അതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചർച്ച നടത്തി. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കനക്കുകയാണ്. പ്രതിഷേധക്കാരെ ഇറാൻ ഭരണകൂടം വധിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും ഏത് സൈനിക നീക്കത്തെയും നേരിടാൻ തയ്യാറാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പ്രക്ഷോഭത്തിന്റെ ഭാഗമായവർക്ക് ഉടൻ കടുത്ത ശിക്ഷ നൽകുമെന്നാണ് ഇറാൻ സുപ്രീം കോടതി നിലപാട്. അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമായ ഖത്തറിലുള്ള അൽ ഉദൈർ എയർബേസ് ഒഴിയാൻ US നിർദ്ദേശം നൽകി. ഇറാനിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ പാക് സൈനിക മേധാവി അസീം മുനീർ അടിയന്തര യോഗം വിളിച്ചു. ഇതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറിയെന്ന റിപ്പോർട്ട് പുറത്തുവന്നു. ഇറാനിൽ ഉടൻ ആക്രമണം നടത്തരുതെന്ന് അമേരിക്കയുടെ അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചർച്ച നടത്തി. ഇറാനിലെ ഇന്ത്യക്കാരോട് രാജ്യം വിടാൻ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. സംഘർഷ മേഖലകളിലെ യാത്ര ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പൽ INSV കൗണ്ടിന്ത്യ മസ്കറ്റിലെത്തി. ഗുജറാത്തിലെ പോർബന്തറിൽ നിന്ന് ആരംഭിച്ച പായ്ക്കപ്പലിന്റെ കന്നിയാത്രയ്ക്ക് മികച്ച വരവേൽപ്പാണ് ഒമാനിൽ ലഭിച്ചത്. മസ്കറ്റിലെ സുൽത്താൻ ഖാബൂസ് തുറമുഖത്തെത്തിയ പായ്ക്കപ്പൽ കൗണ്ടിന്യയെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. ഒമാനി കപ്പലുകളും INSV കൗണ്ടിന്യയെ അനുഗമിച്ചു. ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ കപ്പലിനെയും ജീവനക്കാരെയും സ്വീകരിച്ചു. കമാൻഡർ വികാസ് ഷിയോറിന്റെ നേതൃത്വത്തിൽ 15 നാവികരാണ് കപ്പലിലുണ്ടായിരുന്നത്. A very historic event is taking place for both the nations, India and Oman. Very own heritage and maritime legacy is being showcased today. India subcontinent was conducting extensive trade and people-to-people relations with the entire Oman and beyond region. കേരളത്തിൽ നിന്നുള്ള വിദഗ്ധരായ പരമ്പരാഗത കപ്പൽ നിർമ്മാണ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് കപ്പൽ നിർമ്മിച്ചത്. And it is a matter of great pride for all of us, especially the Indian community and the Omani community, which has gathered here in huge numbers to give a very warm welcome reception to INSV Kaundinya, because it is symbolic of the ancient relationship between the two countries. തുറമുഖത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ ഒമാൻ പൈതൃക ടൂറിസം മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അസാൻ ഖാസിം അൽ ബുസൈദി, ഇന്ത്യൻ നാവികസേന, ഒമാൻ റോയൽ നേവി, റോയൽ ഒമാൻ പോലീസ്, കോസ്റ്റ് ഗാർഡ്, മറ്റ് മന്ത്രാലയങ്ങൾ എന്നിവയിലെ മുതിർന്ന വിശിഷ്ട വ്യക്തികളും പങ്കെടുത്തു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുമുള്ള ഇന്ത്യൻ സമൂഹം കപ്പലിനെ ആവേശത്തോടെ സ്വീകരിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പലായ INSV കൗണ്ടിന്യ ഒമാനിലെത്തി. ഒമാനിലെ സുൽത്താൻ ഖാബൂസ് പോർട്ടിലെത്തിയ പായ്ക്കപ്പലിന് ഊഷ്മള വരവേൽപ്പാണ് നൽകിയത്. മസ്കത്തിലെ സുൽത്താൻ ഖാബൂസ് പോർട്ടിൽ നിന്നും ബിനോസ് കൊട്ടാരക്കര, 24. മിഠായികളും ഇൻസ്റ്റന്റ് നൂഡിൽസും അടക്കം 9 ഇനം ഭക്ഷണങ്ങൾ വിലക്കി അബുദാബി സ്കൂളുകൾ. കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കമെന്നാണ് വിശദീകരണം. നേരത്തെ ഓൺലൈൻ ഫുഡ് ഡെലിവറി അടക്കം സ്കൂളുകളിൽ നിരോധിച്ചു. മോട്ടഡെല്ല, സോസേജുകൾ, ഇൻസ്റ്റന്റ് നൂഡിൽസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ചോക്ലേറ്റ്, പൊട്ടറ്റോ ചിപ്സ് തുടങ്ങി 9 ഇനങ്ങൾക്കാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ UAEയിൽ ആകമാനം സ്കൂൾ ക്യാൻറ്റീനുകളിൽ ഈ ഭക്ഷണങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു. എന്നാൽ വീട്ടിൽ നിന്ന് കുട്ടികൾ ഇത്തരം ഭക്ഷണം കൊണ്ടുവരുന്നത് പതിവായതിനെ തുടർന്നാണ് അബുദാബി സ്കൂളുകളിൽ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൊഴുപ്പ് കൂട്ടുന്ന ഭക്ഷണങ്ങൾ, കൂടുതൽ പഞ്ചസാര അടങ്ങിയ മിഠായികളും പാനീയങ്ങളും, പൂർണ്ണമായും വേവാത്ത ഭക്ഷണങ്ങൾ എന്നിവയാണ് വിലക്കേർപ്പെടുത്തിയവയുടെ പട്ടികയിലുള്ളത്. മികച്ച ആരോഗ്യശീലം സ്കൂളുകളിൽ നിന്ന് തന്നെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീക്കം. അലർജി സാധ്യതയുള്ള ചോക്ലേറ്റ് ബാറുകൾക്കും നിരോധനമുണ്ട്. സ്കൂൾ ക്യാൻറ്റീനുകളിൽ കുട്ടികൾക്ക് ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം നൽകി വരുന്നുണ്ട്. ചിക്കൻ, ചീസ് സാൻഡ്വിച്ചുകൾ, ബിസ്ക്കറ്റുകൾ തുടങ്ങി പഴവർഗ്ഗങ്ങളടക്കം ലഭ്യമാണ്. നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ രക്ഷിതാക്കൾ സഹകരിക്കണമെന്ന് സ്കൂൾ മാനേജ്മെന്റുകൾ അഭ്യർത്ഥിച്ചു. 24 ദുബായ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ UAE 5-ാമത്. UAE പാസ്പോർട്ടുള്ളവർക്ക് 184 രാജ്യങ്ങളിലേക്ക് മുൻകൂർ വീസ ഇല്ലാതെ യാത്ര ചെയ്യാനാകും. പട്ടികയിൽ 80-ാം സ്ഥാനത്താണ് ഇന്ത്യ. 62-ാം സ്ഥാനത്തായിരുന്ന UAE വലിയ മുന്നേറ്റം നടത്തിയാണ് 5-ാം സ്ഥാനത്തേക്ക് എത്തിയത്. റാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ ആകെ 35 ഇടങ്ങളിലായിരുന്നു
UAE പാസ്പോർട്ട് ഉള്ളവർക്ക് വിസയില്ലാതെ സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നത്. 20 വർഷത്തിനിടെ 149 രാജ്യങ്ങളെ കൂടി ചേർത്താണ് ദുബായിയുടെ കുതിപ്പ്. ശക്തമായ നയതന്ത്ര ബന്ധങ്ങളും ആഗോളതലത്തിലുള്ള വിസ ഉദാരവൽക്കരണ നയങ്ങളുമാണ് ദുബായിയുടെ നേട്ടത്തിനു പിന്നിൽ. പട്ടികയിൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ 3 ഏഷ്യൻ രാജ്യങ്ങളാണ്: സിംഗപ്പൂരും ജപ്പാനും സൗത്ത് കൊറിയയും. 227 രാജ്യങ്ങളിൽ 192 ഇടങ്ങളിലും സിംഗപ്പൂർ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ വിസയില്ലാതെ യാത്ര ചെയ്യാനാകും. ജപ്പാനിൽ നിന്നും കൊറിയയിൽ നിന്നും 188 രാജ്യങ്ങളിലേക്കാണ് യാത്ര ചെയ്യാൻ കഴിയുക. പട്ടികയിൽ ഇന്ത്യ 80ാം സ്ഥാനത്താണ്. 55 ഇടങ്ങളിലാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മുൻകൂട്ടി വിസ ആവശ്യമില്ലാതെ എത്താനാവുക. കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് 5 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്താൻ ഇന്ത്യക്കായി. അമേരിക്ക 10ാം സ്ഥാനത്ത് ഇടം പിടിച്ചിട്ടുണ്ട്. 10 വർഷം മുൻപ് 1ാം സ്ഥാനത്തുണ്ടായിരുന്ന UK ഇപ്പോൾ 7ാം സ്ഥാനത്താണ്. അഫ്ഗാനിസ്ഥാനാണ് പട്ടികയിൽ ഏറ്റവും പിന്നിൽ. 24 ദുബായ്. ഫോക്കസ് ഇന്റർനാഷണൽ ജിദ്ദ ഡിവിഷൻ സംഘടിപ്പിച്ച 3ാമത് ബുക്ക് ഹറാജ് സമാപിച്ചു. ലിറ്റ് എക്സ്പോയുടെ ഭാഗമായി നടന്ന പുസ്തകമേള വായനയെ സ്നേഹിക്കുന്ന 100 കണക്കിന് ആളുകളുടെ സജീവ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയം. വായിച്ചു തീർന്ന പുസ്തകങ്ങൾ കുറഞ്ഞ വിലക്ക് കൈമാറാനും ഏറെ നാളായി തേടിയിരുന്ന കൃതികൾ സ്വന്തമാക്കാനും അവസരമൊരുക്കുകയായിരുന്നു ഫോക്കസ് ഇന്റർനാഷണൽ ജിദ്ദ ഡിവിഷൻ സംഘടിപ്പിച്ച 3ാമത് ബുക്ക് ഹറാജ്. ലിറ്റ് എക്സ്പോയുടെ ഭാഗമായി സംഘടിപ്പിച്ച പുസ്തകമേള ജിദ്ദയിലെ പുസ്തകപ്രേമികൾക്ക് മറക്കാനാകാത്ത അനുഭവമായി. 2000-ലധികം പുസ്തകങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിച്ചത്. ബുക്ക് ഹറാജ് കമ്മിറ്റി ചെയർമാൻ സലാഹ് കാരാടിന്റെ അധ്യക്ഷതയിൽ മാധ്യമപ്രവർത്തകൻ അഷ്റഫ് തൂണേരി മേള ഉദ്ഘാടനം ചെയ്തു. പ്രവാസി എഴുത്തുകാരുടെ പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. വനിതകളുടെയും വിദ്യാർത്ഥിനികളുടെയും കലാപാഠവം തെളിയിക്കുന്ന പെയിന്റിംഗുകളും കാലിഗ്രാഫി കൃതികളും ഉണ്ടായിരുന്നു. APJ അബ്ദുൽ കലാം, വൈക്കം മുഹമ്മദ് ബഷീർ, സ്റ്റീഫൻ ഹോക്കിംഗ്, SK പൊറ്റക്കാട് തുടങ്ങിയവരുടെ സംഭാവനകളും കൃതികളും പരിചയപ്പെടുത്തിയ ക്യാൻവാസുകളും പൗലോ കൊയ്ലയുടെ കഥാപാത്രങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയ ശില്പങ്ങളും ശ്രദ്ധേയമായി. വായനയും കലയും സാഹിത്യവും ഒരുമിക്കുന്ന അപൂർവ വേദിയായി 3ാമത് ബുക്ക് ഹറാജ് മാറി. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. കുവൈറ്റിലെ ഷോപ്പർമാരുടെ പ്രിയപ്പെട്ട ബജറ്റ് ഫ്രണ്ട്ലി ബ്രാൻഡായ ലുലു ഗ്രൂപ്പിന്റെ LOT ദ വാല്യൂ ഷോപ്പ് 2ാമത്തെ വിപുലമായ ഔട്ട്ലെറ്റ് സാൽമിയ ദി വാക് മാളിൽ തുറന്നു. ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി MA സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏകദേശം 2200 ചതുരശ്രീ മീറ്റർ വിസ്തീർണത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ പുതിയ സ്റ്റോർ കുറഞ്ഞ വിലയിൽ മികച്ച ഷോപ്പിംഗ് അനുഭവം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ലുലു ഗ്രൂപ്പ് ബൈയിംഗ് ഡയറക്ടർ മുജീബ് റഹ്മാൻ, കുവൈറ്റ് റീജിയണൽ ഡയറക്ടർ ശ്രീജിത്ത്, റീജിയണൽ ഡയറക്ടർ സക്കീർ ഹുസൈൻ എന്നിവർ സംബന്ധിച്ചു. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ എല്ലാവർക്കും പ്രാപ്യമാക്കുക എന്നതാണ് LOTയുടെ പ്രത്യേകത. വെള്ളിയാഴ്ച ജിദ്ദയിൽ നടക്കുന്ന സൗദി ഇന്ത്യ ഫെസ്റ്റിവൽ സീസൺ 2 ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇന്ത്യക്കാരുടെ ഗൾഫ് കുടിയേറ്റം 50 ആണ്ട് പിന്നിടുന്ന പശ്ചാത്തലത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സൗദി ഇന്ത്യൻ പൗരന്മാർ ചേർന്ന് അവതരിപ്പിക്കുന്ന കലാപരിപാടികളായിരിക്കും പരിപാടിയുടെ മുഖ്യ ആകർഷണം. ജനുവരി 16 വെള്ളിയാഴ്ച വൈകുന്നേരമാണ് സൗദി ഇന്ത്യ സാംസ്കാരികോത്സവം നടക്കുന്നത്. വൈകുന്നേരം 6 മണിക്ക് ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ബോയ്സ് വിഭാഗം ഓഡിറ്റോറിയത്തിൽ പരിപാടി ആരംഭിക്കും. ഗൾഫിലേക്കുള്ള അരനൂറ്റാണ്ടത്തെ ഇന്ത്യൻ കുടിയേറ്റം അടയാളപ്പെടുത്തുന്ന 0.5 cm കോറിഡോർ എന്ന ശീർഷകത്തിലാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത സൗദി കലാകാരന്മാരോടൊപ്പം 100-ലേറെ ഇന്ത്യൻ കൌമാര കലാപ്രതിഭകളും അണിനിരക്കുന്ന സാംസ്കാരികോത്സവത്തിൽ അറബ് ഇന്ത്യൻ പരമ്പരാഗത നാടോടി കലാപരിപാടികളുണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. ഇന്ത്യൻ കോൺസുലേറ്റും ഗുഡ്വിൽ ഗ്ലോബൽ ഇനീഷ്യേറ്റീവുമാണ് സംഘാടകർ. തന്ത്രപ്രധാന ഇന്ത്യ സൗദി പങ്കാളിത്തത്തിന്റെ ഒരു കോറിഡർ ഇടനാഴിയായിട്ടായിരിക്കും ഈ ഫെസ്റ്റിവൽ രേഖപ്പെടുത്താൻ പോകുന്നത്. 100 കണക്കിന് ഇന്ത്യൻ കൗമാര പ്രതിഭകളും 1.5 ഡസൻ പ്രൊഫഷണൽ അറബ് സൗദി ഫോക്ലോർ ആർട്ടിസ്റ്റുകളുമാണ് 5 മണിക്കൂർ നീളുന്ന ഈ സാംസ്കാരികോത്സവത്തിൽ 20ഓളം വ്യത്യസ്തമായ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത്. ഫെസ്റ്റിവലിലേക്ക് പ്രവേശനം തീർത്തും സൗജന്യമാണ്. ഇന്ത്യൻ കോൺസൽ ജനറൽ മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ സൗദി ഇന്ത്യൻ പ്രമുഖർ സംബന്ധിക്കും. വിഖ്യാത സൗദി ഫോക്ക് അക്കാദമിയിലെ കലാകാരന്മാരാണ് സൗദി നാടോടി നൃത്തങ്ങൾ അവതരിപ്പിക്കുക. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങളും അരങ്ങേറും. ജലീൽ കടമകലം, 24 ജിദ്ദ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ആവശ്യപ്പെട്ട് KMCC ഇക്കാര്യം മുസ്ലിം ലീഗ് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉന്നയിച്ചതായി KMCC ഗ്ലോബൽ ജനറൽ സെക്രട്ടറി പുത്തൂർ റഹ്മാൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സീറ്റ് വേണമെന്ന ആവശ്യവുമായി KMCC വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായുള്ള KMCCയുടെ പ്രവർത്തനത്തെ ലീഗ് നേതൃത്വം മാനിക്കണം.
യൂത്ത് ലീഗിനും വനിതാ ലീഗിനും നൽകുന്ന പ്രാധാന്യം KMCCക്കും നൽകണം. സീറ്റ് വേണമെന്ന ആവശ്യം ലീഗ് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉന്നയിച്ചതായി KMCC ഗ്ലോബൽ ജനറൽ സെക്രട്ടറി പുത്തൂർ റഹ്മാൻ. ഈ പ്രാവശ്യം KMCCക്ക് ഒരു നല്ല പരിഗണന കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് തോന്നി ഈ പ്രാവശ്യം ആദ്യമായിട്ടായിരിക്കും ഞാൻ ആവശ്യപ്പെട്ടത് KMCCക്ക് ഒരു പരിഗണന ഈ പ്രാവശ്യം പാർട്ടി തരണം എന്നാവശ്യപ്പെട്ടത്. ആർക്കാണ് ഏത് സീറ്റാണെന്നത് പാർട്ടി തീരുമാനിക്കും. PV അബ്ദുൽ വഹാബ്, പാറക്കൽ അബ്ദുള്ള എന്നീ പ്രവാസികൾക്ക് നേരത്തെ സീറ്റ് നൽകിയിട്ടുണ്ടെങ്കിലും അത് വ്യവസായ പ്രമുഖർ എന്ന പരിഗണന കൂടി നൽകിയാണ്. ഇത്തവണ സാധാരണക്കാരായ പ്രവാസികളെ പരിഗണിക്കണമെന്നാണ് ആവശ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വഹാബിനെ പോലത്തെ അതുപോലെ പാറക്കൽ അബ്ദുൾ പോലത്തെ ആളുകൾ വന്നിട്ടുണ്ട്. അവർക്ക് KMCC പേരിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയണ്ടേ. അപ്പം നമ്മളെ കാഴ്ചപ്പാട് അത് അവർ വ്യവസായ പ്രമുഖർ എന്ന നിലക്ക് കൂടിയാണ്. പക്ഷേ KMCC അതിൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ ഇതൊരു സാധാ ഒരു പ്രവർത്തകനായ ഒരു KMCCക്കാരനെ പരിഗണിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ഏത് സീറ്റ് വേണമെന്നോ ആര് മത്സരിക്കുമെന്നോ KMCC വ്യക്തമാക്കിയിട്ടില്ല. ചില മുസ്ലിം ലീഗ് MLA-മാർ മത്സരരംഗത്തുണ്ടാവില്ലെന്നാണ് സൂചന. ചിലർ മണ്ഡലം മാറി മത്സരിക്കും. സാഹചര്യമനുസരിച്ച് ഏത് മണ്ഡലം ആവശ്യപ്പെടുമെന്ന് തീരുമാനിക്കാനാണ് KMCC നീക്കം. മുഹമ്മദ് റഹീസ്, 24, ദുബായ്. കേരള കോൺഗ്രസ് LDF വിടില്ലെന്ന 24 വാർത്ത സ്ഥിരീകരിച്ച് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തൃപ്തരെന്നും നിലപാടിൽ വെള്ളം ചേർക്കില്ലെന്നുമാണ് ജോസ് കെ മാണിയുടെ പ്രതികരണം. LDF മധ്യമേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ താൻ തന്നെയെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. വിശുദ്ധ ഗ്രന്ഥത്തില് യേശുക്രിസ്തു പറയുന്നുണ്ട്, ജെറുസലത്തിലെ സഹോദരിമാരെ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വേദനിക്കും. അപ്പോൾ ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട. ദിവസങ്ങളോളം നീണ്ട രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്കാണ് ഒടുവിൽ ജോസ് കെ മാണി ബൈബിൾ വാചകത്തിലൂടെ വിരാമമിട്ടത്. കേരള കോൺഗ്രസ് LDF വിടില്ലെന്ന 24 വാർത്ത ജോസ് കെ മാണി സ്ഥിരീകരിച്ചു. പലയിടങ്ങളിൽ നിന്നും ക്ഷണമുണ്ടെന്നും മുന്നണി മാറ്റ ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നും വിശദീകരണം. കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ആയിരിക്കും ഭരണമുള്ളത്. ഞങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ട് തന്നെയാണ്. ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് ഉറച്ചതാണ്. കേരള കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഏത് തീരുമാനമെടുക്കുന്നോ ആ തീരുമാനത്തിനോടൊപ്പം മുഴുവൻ 5 MLA-മാരും ഉണ്ടാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി മാറ്റത്തിൽ പാർട്ടിക്കുള്ളിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടായിരുന്നുവെന്ന് ജോസ് കെ മാണി സമ്മതിച്ചു. അഭിപ്രായം ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അഭിപ്രായമില്ലേ? അവിടുത്തെ UDF-നകത്ത് അഭിപ്രായം ഇല്ലേ? അതിനകത്ത് LDF-നകത്ത് അഭിപ്രായമില്ലേ? LDF കൂടുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും. അതിനകത്ത് ഈ പറയുന്ന മുന്നണി മാറ്റമല്ലല്ലോ. അതിനകത്ത് പല കാര്യങ്ങൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത്, പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. വിവാദങ്ങൾക്ക് പിന്നാലെ ഇന്നലെ നേതാക്കളെ അനുനയിപ്പിച്ച് കൂടെ നിർത്തിയ ശേഷമാണ് ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കിയത്. ജോസ് കെ മാണി എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന് കേരള കോൺഗ്രസിന്റെ MLA-മാരും വ്യക്തമാക്കി. ജോസ് കെ മാണിയുമായി ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് UDF പ്രതികരണം. UDF-ലേക്ക് ഘടകകക്ഷികൾ വരാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ആ താല്പര്യം അറിയിച്ചാൽ ഞങ്ങളത് പരിഗണിക്കും, ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തയും കാര്യങ്ങളും ഒക്കെ അഭ്യൂഹങ്ങളാണ് എന്ന് അദ്ദേഹം നിഷേധിച്ചു. മാത്രമല്ല ഔദ്യോഗിക കാര്യത്തെ സംബന്ധിച്ച് യാതൊരു ചർച്ച നടന്നിട്ടില്ല. നടക്കുമ്പോൾ നിങ്ങളോട് പറയാം. ഇതിനിടെ മലപ്പുറത്ത് പാലാ MLA മാണി സി കാപ്പനുമായി PK കുഞ്ഞാലിക്കുട്ടി കൂടിക്കാഴ്ച നടത്തി. 24 കോട്ടയം. വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് കോൺഗ്രസ് വാങ്ങിയ സ്ഥലം വന്യമൃഗശല്യമുള്ള മേഖലയാണെന്ന വിമർശനത്തിന് മറുപടിയുമായ നേതാക്കൾ വയനാട്ടിൽ എല്ലാ സ്ഥലത്തും കാട്ടാനശല്യം ഉണ്ടല്ലോ എന്നാണ് KPC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. വയനാട്ടിൽ ഏത് സ്ഥലമാണ് ആനയും കടുവയും ഇറങ്ങാത്തതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ചോദിച്ചു. അതിപ്പോൾ എനിക്കറിയില്ല. വയനാട്ടിലെല്ലാം സ്ഥലത്തും കാട്ടാനശല്യം ഉണ്ടല്ലോ. ബത്തേരി ടൗണിൽ ആന ഇറങ്ങിയതല്ലേ ഇല്ലേ? കൽപ്പറ്റയിലും മാനന്തവാടി ടൗണിൽ ആന ഇറങ്ങിയതല്ലേ? ആനയില്ലാത്ത സ്ഥലമില്ലല്ലോ വയനാട്ടിൽ. അത് വയനാട് കൊന്നുള്ള സ്ഥലമാണ്. അല്ല, വയനാട്ടിൽ ഏത് സ്ഥലമാണ് പിന്നെ ആനത്താരിയും കടുവ ഇറങ്ങാത്തതും ഒക്കെ ആയിട്ടുള്ള ഏത് സ്ഥലമാണ് ഉള്ളത്? അവിടെയൊക്കെ മിക്കവാറും ഇതെല്ലാം ഉള്ളതാണ്. ഞങ്ങൾ പരിശോധിച്ചതിൽ അതൊക്കെ തെറ്റായ പ്രചരണം. ഇത്രയും നാളത്തെ പ്രചരണം എന്തായിരുന്നു? കോൺഗ്രസ് പാർട്ടി സ്ഥലം ഏറ്റെടുക്കുന്നില്ല, വീട് വെച്ച് കൊടുക്കുന്നില്ല. എടാ, വീട് വെച്ച് കൊടുക്കാൻ ഞങ്ങൾ പണം കൊടുത്ത് സ്ഥലം വാങ്ങിച്ചപ്പോൾ പറയുന്നു ആനത്താരിയാണെന്ന്. അവിടെ കടുവയും പുലിയും ആനയും ഒക്കെ എല്ലായിടത്തും കൂടെ നടന്നു പോകുന്ന സ്ഥലങ്ങളാണ്. വാസയോഗ്യമായ സ്ഥലം തന്നെയാണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. ഇനി ഞങ്ങൾ വീടും വെച്ച് കൊടുക്കും അവിടെ. കോൺഗ്രസ് വാങ്ങിയ സ്ഥലം വന്യമൃഗശല്യം ഉള്ളതാണെന്നും കോൺഗ്രസുകാർ അവരോട് തന്നെ ഇക്കാര്യം ചോദിക്കുന്നെന്നും CPIM സംസ്ഥാന സെക്രട്ടറി അംഗം MV ജയരാജൻ പ്രതികരിച്ചു. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ
വളരെ ദുഃഖത്തോടു കൂടിയുള്ള ഒരു പ്രതികരണം നടത്തിയത്, ഒരു കത്ത് KPCC പ്രസിഡന്റിന് അയച്ചത് എന്നെ കാട്ടുമൃഗങ്ങളുടെ നടുവിലേക്കാണോ അയക്കുന്നത്? അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ചോദിക്കുന്ന ചോദ്യമാണ്, സ്ഥലം എവിടെ, വീട് എവിടെ? സ്വർണം വിനിമയ ഉപാധിയായ മാസ്റ്റർകാർഡ് വിപണിയിലിറക്കി ഓ ഗോൾഡ്. വളരെ കുറഞ്ഞ അളവ് മുതലുള്ള സ്വർണത്തിന്റെ ഉടമസ്ഥത സാധ്യമാക്കുന്ന ഓ ഗോൾഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലൈഫ് സ്റ്റൈൽ സൂപ്പർ ആപ്പായി റീലോഞ്ച് ചെയ്തു. പുതിയ മാസ്റ്റർകാർഡ് ഉപയോഗിച്ച് ദൈനംദിന ക്രയവിക്രയങ്ങൾ നടത്താനാകും. പണത്തിന് പകരമായി സ്വർണം ഉപയോഗപ്പെടുത്താവുന്ന സംവിധാനമാണിത്. മാസ്റ്റർകാർഡ് ഉപയോക്താക്കൾക്ക് ആകർഷകമായ ഓഫറുകളും ഇളവുകളും ഓ ഗോൾഡ് നൽകുന്നുണ്ട്. പേയ്മെന്റുകൾക്കും ലൈഫ് സ്റ്റൈൽ ആവശ്യങ്ങൾക്കും ദീർഘകാല സാമ്പത്തിക സുരക്ഷിതത്വത്തിനുമായി ഒരു ഏകീകൃത സംവിധാനം കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് ഓ ഗോൾഡ് CEO അഹമ്മദ് അബ്ദുൽ തവാബ് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ SIT ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരം SV ഫോർട്ട് ആശുപത്രിയിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജി കോടതി തള്ളി. വാജി വാഹനം തന്ത്രിക്ക് നൽകിയത് ആചാരപ്രകാരമാണെന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗം അജയ് തറയിൽ പറഞ്ഞു. KP ശങ്കരദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 12 പേരാണ് ഇതുവരെ പിടിയിലായത്. കേസിൽ 11ാം പ്രതിയാണ് KP ശങ്കരദാസ്. ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. തുടർന്നാണ് SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ശങ്കരദാസിനെ ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരം ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റ് വിവരം കോടതിയെ അറിയിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ICUവിലായിരുന്നു ശങ്കരദാസ്. മുറിയിലേക്ക് മാറ്റിയതിനു പിന്നാലെയാണ് അറസ്റ്റ്. അതേസമയം ശബരിമലയിലെ പഴയ കൊടിമരത്തിലുണ്ടായിരുന്ന വാജിവാഹനം തന്ത്രിക്ക് നൽകിയത് ആചാരമാണെന്ന് ദേവസ്വം ബോർഡ് മുൻ അംഗം അജയ് തറയിൽ പറഞ്ഞു. ഒരു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ സമയത്ത് ആ ക്ഷേത്രത്തിലെ കൊടിമരത്തിലെ വാജിവാഹനം, താഴികക്കുടം, കൊടിക്കയർ ഇവയ്ക്കെല്ലാം അവകാശമുള്ളത് തന്ത്രിക്കാണ് എന്നാണ് അന്ന് പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞത്. റിമാൻഡിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യഹർജി കോടതി തള്ളി. ദ്വാരപാലക, കട്ടളപ്പാളി കേസുകളിലെ ജാമ്യഹർജിയാണ് കൊല്ലം വിജിലൻസ് കോടതി തള്ളിയത്. 24 തിരുവനന്തപുരം. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി പോലീസിന്റെ തെളിവെടുപ്പ്. യുവതിയെ പീഡിപ്പിച്ച തിരുവല്ലയിലെ ഹോട്ടലിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. രാഹുലിന്റെ അടൂരിലെ വീട്ടിൽ ലാപ്ടോപ്പിനായി അന്വേഷണ സംഘം പരിശോധന നടത്തി. വിദേശത്തുള്ള അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം അന്വേഷണ സംഘം തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയുണ്ടായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പുലർച്ചെ 5:45 അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിലുമായി പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്നും ഇറങ്ങി. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു തിരുവല്ലയിലേക്കുള്ള യാത്ര. ക്ലബ് 7 ഹോട്ടലിലെ 408 നമ്പർ മുറിയിലായിരുന്നു തെളിവെടുപ്പ്. ഹോട്ടലിലെത്തിയതും മുറിയിൽ പോയതും രാഹുൽ സമ്മതിച്ചു. അതിജീവിതയുമായി സംസാരിക്കാനാണ് എത്തിയതെന്നാണ് രാഹുൽ തെളിവെടുപ്പിനിടെ പറഞ്ഞത്. പീഡിപ്പിച്ചെന്ന പരാതിയിൽ മറുപടി നൽകിയില്ല. രാഹുൽ BR എന്ന രജിസ്റ്ററിലെ പേര് നിർണായക തെളിവായി SIT കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ മാധ്യമങ്ങളുടെ ചോദ്യത്തോട് ഇന്നും രാഹുൽ പ്രതികരിച്ചില്ല. പിടിച്ചെടുത്ത 2 ഫോണുകളുടെയും പാസ്വേഡുകൾ രാഹുൽ ഇതുവരെ കൈമാറിയിട്ടില്ല. 2 ഫോണുകളും തുറക്കാൻ സാങ്കേതിക സംവിധാനം ഉപയോഗിക്കും. മുഴുവൻ ഫയലുകളും പകർത്താൻ 2 TB ഹാർഡ് ഡിസ്ക് വാങ്ങി SIT ക്രമീകരിച്ചിട്ടുണ്ട്. നിർണായക ദൃശ്യങ്ങളും ചാറ്റും കണ്ടെത്താതിരിക്കാനുള്ള നീക്കമാണ് രാഹുൽ നടത്തുന്നതെന്ന് SIT സംശയിക്കുന്നു. രാഹുലിന്റെ ലാപ്ടോപ്പ് കണ്ടെത്താൻ വടകരയിലും പാലക്കാടും പരിശോധന നടത്താനാണ് തീരുമാനം. അതിജീവിതയുടെ രഹസ്യമൊഴി കാനഡയിലെ ഇന്ത്യൻ എംബസി വഴി വീഡിയോ കോൺഫറൻസിംഗിലൂടെ രേഖപ്പെടുത്തുന്നത് പരിഗണിക്കുന്നുണ്ട്. ഇതിനായി തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ അനുമതി തേടും. രാഹുലിനെ നിലവിൽ പത്തനംതിട്ട AR ക്യാമ്പിൽ ചോദ്യം ചെയ്തു വരികയാണ്. 24 പത്തനംതിട്ട. സ്കൂൾ കലോത്സവത്തിന്റെ ഊട്ടുപുര ഒരു വിസ്മയമാണ്. കലോത്സവത്തിന് എത്തുന്നവർ ഒരു നേരമെങ്കിലും ഊട്ടുപുരയിലെ ഭക്ഷണം കഴിക്കാൻ കൊതിക്കും. ഇക്കുറി കലവറയിലെ വിശേഷം ഒരു ദോശയാണ്. വെറും ദോശയല്ല, മില്ലറ്റ് ദോശ. ആ ദോശയ്ക്ക് പിന്നിലെ കഥയിലേക്കാണ്. 64ാമത് സ്കൂൾ കലോത്സവത്തിലെ കലവറ വിശേഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മില്ലറ്റ് ദോശ. ഇന്ന് ടോക്ക് ഓഫ് ദി ടൗൺ തന്നെ പറയാം. ഇന്ന് മില്ലറ്റ് ദോശയെ കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷെ ആ മില്ലറ്റ് ദോശയ്ക്ക് പുറകിലൊരു കഥയുണ്ട്. ഒരു ചെറിയ കഥയല്ല. പഴയുടെ മോഹന നമ്പൂതിരിയെ ദോശ കൊടുത്ത് വീഴ്ത്തിയ ഒരു ഫാമിലിയുടെ കഥയാണ്. അതെ, ആ ഫാമിലിയാണ് എനിക്ക് പുറകിലുള്ള ഇവർ. കലോത്സവത്തിന്റെ ആദ്യ ദിനം ഊട്ടുപുരയിൽ വിളമ്പിയത് നല്ല ചൂടൻ ദോശ. രുചികരവും ആരോഗ്യകരവുമായ മില്ലറ്റ് ദോശ. എറണാകുളം തമ്മനത്തുള്ള ശ്രീ വിനായക കാറ്ററിംഗ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് എന്ന സ്പോട്ടും അവിടെ ഭക്ഷണം വിളമ്പുന്ന കുടുംബവും ഇതിനോടകം തന്നെ ഫുഡ് ബ്ലോഗർമാരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയിട്ടുള്ളതാണ്. ഇപ്പോഴിതാ തൃശ്ശൂരിൽ കലോത്സവ നഗരിയിലും താരങ്ങളാണിവർ.
ഇത്തവണ പഴയിടത്തിനൊപ്പം കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പാൻ ശിവാനന്ദനും കുടുംബവുമുണ്ട്. അന്ന് പഴയിടം കഴിച്ചിഷ്ടപ്പെട്ട ഒരു ദോശയാണ് ഇന്ന് ഈ കലവറ വരെ എത്തിയിരിക്കുന്നത്. വിചാരമായിട്ട് നമ്മുടെ ഒരു ഇത് നടക്കുന്നുണ്ടായി, ഒരു ഫുഡ് ഫെസ്റ്റിവല് കൊങ്ങണികളില. അപ്പോൾ അവിടെ ഇങ്ങനെ മോഹൻ നമ്പൂതിരി വരികയും നമ്മുടെ ഒരു ദോശ കഴിച്ചു നോക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്നൊരു ഓഫർ തന്നു, ഇങ്ങനെ ഒരു യുവജനോത്സവം മഞ്ഞുണ്ട്, നിങ്ങൾക്ക് പറ്റുമോ? 10,000 ദോശ പറഞ്ഞത്. അപ്പോൾ തന്നെ ഞങ്ങൾ ഓക്കെ പറഞ്ഞു. പിന്നെ നവധാന്യ ദോശ കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഈ പണ്ട് കാലങ്ങളിലും നവരാത്രി ദിനത്തിൽ 9 ധാന്യങ്ങൾ ഭഗവാന് മുമ്പിൽ കാഴ്ചവെക്കും. ആ നവരാത്രി കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കൂട്ടി എന്തെങ്കിലും തരത്തിലുള്ള പലഹാരം ഉണ്ടാക്കാറുണ്ടായി. നമ്മുടെ കൊങ്ങിണി സമൂഹത്തിലാണ് കൂടുതലും കണ്ടുവന്നത്. ശിവാനന്ദനൊപ്പം ഒറ്റക്കെട്ടായി ഭാര്യയും 3 ആൺമക്കളും അടങ്ങുന്ന കുടുംബവും മറ്റു ബന്ധുക്കളുമുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഇത്രയും വലിയൊരു വർക്ക് എടുക്കണം, എന്നാലും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എത്രത്തോളം വന്നാലും ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. മില്ലറ്റ് ദോശ കഴിച്ച കുട്ടികളും ഡബിൾ ഹാപ്പി. ടേസ്റ്റ് ഒരു ഡിഫറെന്റ് ടേസ്റ്റ്, ഒരു വെറൈറ്റി. എന്താണെന്നറിയില്ല, വീട്ടിലുണ്ടാക്കുന്ന ദോശ അല്ലല്ലോ, നല്ല ടേസ്റ്റ്. എക്സ്പെക്ട് ചെയ്തില്ല അത്ര ടേസ്റ്റ് ഉണ്ടാവുന്നത്. മില്ലറ്റ് ദോശ മാത്രമല്ല, ഇനിയും പഴയിടത്തിന്റെ കലവറയിൽ കലാപ്രതിഭകൾക്കായി രുചിയുള്ളതും ആരോഗ്യകരവുമായ നിരവധി വിഭവങ്ങൾ ഒരുങ്ങുന്നുണ്ട്. ഒരു ചക്കപ്പഴം മിക്സ് ചെയ്തിട്ടുള്ള ചക്കപ്പഴം വിത്ത് ഗോതമ്പ് മിക്സ് ചെയ്തിട്ടുള്ളൊരു പായസമാണ് കൊടുക്കണം. അത് ആദ്യമായിട്ടാണ്, കാരണം ഇത്രയും കുട്ടികൾക്കൊരു ചക്ക കൊണ്ടുവന്ന് വരട്ടിയിട്ട് കൊടുക്കാവുന്ന അത്തരം വോളിയം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഗോതമ്പും കൂടി മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്തിട്ടുള്ള അതൊരു സ്പെഷ്യൽ ഐറ്റമാണ്. പിന്നെ നമ്മുടെ ഫുഡ് ഓൾമോസ്റ്റ് സ്പെഷ്യൽ ആണല്ലോ. എന്തായാലും കലോത്സവം തൂക്കാൻ കലവറ റെഡിയാണെന്ന് അർത്ഥം. 24 തൃശൂർ. തൃശ്ശൂരിൽ കലാപുരം തുടരുകയാണ്. ഈ റിപ്പോർട്ടോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.